ദുഃഖമൊടുക്കുന്ന തമ്പുരാനേ, തൃക്കടൽ ഞാനിതാ കുമ്പിടുന്നേ. ഇനി ഓരോ കാര്യങ്ങളും ചോദ്യങ്ങളാണ്. ചോദ്യ രൂപത്തിലാണ് അദ്ദേഹം നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരവും അതുപോലെ തന്നെ തരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ്, ദുഃഖമെടുത്തതിനെന്തു മൂലം കൃഷ്ണ, ദുഃഖമെടുത്തതു ജന്മമൂലം, ജന്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ജന്മമെടുത്തതു എന്തേ മൂലം കൃഷ്ണ, ജന്മമെടുത്തതു കർമ്മമൂലം, കർമ്മമെടുത്തതു എന്തേ മൂലം കൃഷ്ണ, കർമ്മമെടുത്തതു രാഗമൂലം, രാഗമെടുത്തതിനെന്തു മൂലം കൃഷ്ണ, രാഗമെടുത്തതു മാനമൂലം, മാനമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, തന്നെ നിന്നായിക മാനമൂലം, തന്നെ നിനയ്ക്കാവനെന്തേ മൂലം കൃഷ്ണ, അജ്ഞാനമായ അവിവേകം മൂലം, അജ്ഞാനം പോവതിനെന്തേ മൂലം കൃഷ്ണ, അജ്ഞാനം പോവതു ജ്ഞാനം കൊണ്ടേ, ജ്ഞാനമുണ്ടാവതിനെന്തു മൂലം കൃഷ്ണ, ജ്ഞാനമുണ്ടാവതു ഭക്തി കൊണ്ടേ, ഭക്തിയുണ്ടാവതിൻ എന്തേ മൂലം കൃഷ്ണ, ഭക്തിയുണ്ടാവതിൻ എന്തേ മൂലം കൃഷ്ണ, ഭക്തിയുണ്ടാവതു വിരക്തി കൊണ്ടേ, ശക്തി പോയിടുവാൻ എന്തേ മൂലം കൃഷ്ണ, ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ, ചിത്തശുദ്ധിക്കു ഞാൻ എന്തു ചെയ്യൂ കൃഷ്ണ, നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യൂ, ശ്രദ്ധയുണ്ടാവതിൻ എന്തു ചെയ്യൂ കൃഷ്ണ, പുണ്യകഥകളെ കേട്ടുകൊള്ളൂ, സത്കഥ കേൾപ്പതിനെന്തു ചെയ്യൂ കൃഷ്ണ, സജ്ജന സംഗതി ചെയ്തുകൊള്ളൂ, സജ്ജന സംഗതി എന്തു ചെയ്യൂ കൃഷ്ണ, വായുപുരേശനെ സേവ ചെയ്യൂ, വായുഗൃഹാധിപ വാസുദേവ കൃഷ്ണ, ബാലഗോപാലക പാലയ മാം. അവർക്ക് ഇതിന്റെ സാരാംശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.